ഹലോ മക്കളെ, അപ്പൊ നമ്മള് ചേഞ്ചസ് അറൌണ്ട് us ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഫിസിക്കൽ ചേഞ്ചസ് പഠിച്ചു, കെമിക്കൽ ചേഞ്ചസ് പഠിച്ചു അല്ലെ. മിക്സ്ഡ് ആയിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് കമ്പൈൻ ആയിട്ട് വരുന്നത് അല്ലെ. ബേണിംഗ് ഓഫ് വാക്സ് അല്ലെ, അല്ലെങ്കിൽ കാൻഡില് ബേൺ ആവുന്നത് എന്താണ്, കമ്പൈൻ ആയിട്ട് വരുന്ന ഒരു ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഇനി എല്ലാ ചേഞ്ചസും പെർമനന്റ് ആവണമെന്നില്ല. ചില ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞു, റിവേഴ്സിബിൾ ചേഞ്ചസ് ആണെന്ന് നമ്മള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വേറൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ആർ ഓൾ ചേഞ്ചസ് ഡിസൈറബിൾ? നമുക്ക് ഒത്തിരി ചേഞ്ചസ് നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും. ഈ എല്ലാ ചേഞ്ചസും ഡിസൈറബിൾ ചേഞ്ചസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മെനി യൂസ്ഫുൾ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ ഡെയിലി ലൈഫ്. ഫോർ എക്സാമ്പിൾ, ദ ചേഞ്ചിങ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ് അല്ലെ. ആ പാല് തൈരായിട്ട് മാറുന്നു, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് എന്നൊക്കെ പറയും. അപ്പൊ മിൽക്ക് കേർഡായിട്ട് മാറുന്നത്, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെ. ഫ്രൂട്ട്സ് ഇപ്പൊ മാങ്ങ പഴുത്ത മാമ്പഴമായിട്ടല്ലേ പഴുത്ത മാങ്ങയായിട്ട് മാറുന്നത് അല്ലെ. അങ്ങനത്തെ ഫ്രൂട്ട്സ് റൈപ്പനിങ്, കട്ടിങ് ഓഫ് ഫ്രൂട്ട്സ്, കുക്കിംഗ് ഓഫ് ഫുഡ്, ഓൾ ദീസ് ആർ ഡിസൈറബിൾ ചേഞ്ചസ് അല്ലെ. കട്ട് ചെയ്ത ഫ്രൂട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് അല്ലെ. കുക്കിംഗ് ഫുഡ് എന്ന് പറയുന്നത് is a desirable change. അല്ലെ, നമുക്ക് ബിരിയാണി ആയി കുക്ക് ചെയ്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. സോ ഓൾ ദീസ് ചേഞ്ചസ് ആർ ഡിസൈറബിൾ ചേഞ്ചസ്. ക്യാൻ യു തിങ്ക് ഓഫ് സം അതർ ഡിസൈറബിൾ ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് യു? നിങ്ങൾക്ക് ആലോചിക്കാം അല്ലെ, നിങ്ങൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് സറൗണ്ടിങ്സിൽ നടക്കുന്ന ഏതൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ അല്ലെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടാത്ത ചേഞ്ചസ്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹിന്റ് തരാം. ഈ റസ്റ്റിംഗ് ഓഫ് അയൺ ഒക്കെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണോ? ഇരുമ്പ് അയൺ ഓക്സൈഡ് ആയിട്ട് മാറുന്നത്, കൺവേർട്ട് ആവുന്നത് ഒരു ഡിസൈറബിൾ ആണോ? അല്ലെ, തുരുമ്പിക്കുന്നത് നമുക്ക് നല്ലതാണോ? അല്ല അല്ലെ. ഇപ്പൊ ഇവിടെ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിൽക്ക് കേർഡ് ആവുന്നത്, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലെ. ഓക്കെ, on the other hand, some changes may be undesirable, such as the rusting of iron അല്ലെ. rusting of iron already മിസ് ഇപ്പൊ പറഞ്ഞു. or the decay of food during its storage. നമ്മള് ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ഇന്ന് വേണ്ടാത്തത് ബാക്കി നാളത്തേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോറേജ് ഓഫ് ഫുഡ് വരുമ്പോൾ അത് ചീത്തയായി പോകുന്നുണ്ട് അല്ലെ. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പം എല്ലാ ചേഞ്ചസും എന്തല്ല, ഡിസൈറബിൾ ചേഞ്ചസ് അല്ല. എ ചേഞ്ച് that is undesirable in some situations may be desirable in other situations. ചില സിറ്റുവേഷൻസിൽ ഡിസൈറബിൾ ചേഞ്ചസ് ആയിരിക്കും, പക്ഷെ അത് വേറൊരു ആസ്പെക്ടിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി an undesirable change. For example, decomposition of food can be very useful in converting food waste into compost. അപ്പൊ ഫുഡ് ഡീകമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എന്താ വേണ്ടത്, അത് ഡീകമ്പോസിഷൻ നടക്കുക വേണ്ടത് അല്ലെ. അപ്പൊ ചില കേസസിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, വേറെ ചില കേസസിൽ നമുക്ക് അൺഡിസൈറബിൾ ആയിരിക്കാം. Some changes occurring over the years due to human activity can have a long-term environmental impact. For example, increased consumption of fuels in cars, trains, aeroplanes, etc. is increasing the amount of carbon dioxide in the atmosphere. അപ്പൊ നമ്മള് കുറച്ച് ചേഞ്ചസ് അല്ലെ, നമ്മൾ ഈ ഫ്യൂവൽസ് ഒക്കെ കൂടുതലായിട്ട് കാറ് ട്രെയിൻ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചേഞ്ചും കൂടെ വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുക എന്നുള്ളൊരു ചേഞ്ചും കൂടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നടക്കുന്നുണ്ട്. ഡ്രൈയിങ് ഓഫ് പെയിന്റ് ഓൺ വാൾസ്, ഡോർസ്, ഫർണിച്ചർ എക്സെട്ര releases many substances through evaporation causing atmospheric pollution അല്ലെ. അപ്പൊ നമ്മൾ പെയിന്റ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ ഡ്രൈയിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസസ് മെനി സബ്സ്റ്റൻസസ് ത്രൂ ഇവാപ്പറേഷൻ. അപ്പൊ അത് ലീഡ്സ് ടു എന്താണ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സം സ്ലോ നാച്ചുറൽ ചേഞ്ചസ്, ഇറ്റ്സ് ജസ്റ്റ് ഫോർ റീഡിങ്. ഓക്കെ, സോ സം സ്ലോ നാച്ചുറൽ ചേഞ്ചസ്. വെതറിംഗ് ഓഫ് റോക്സ്. Have you seen heaps of sand, soil and stones lying at the mountains? These are called sediments. അപ്പം മൗണ്ടെയിൻസിന്റെ മുകളില് ഹീപ്സ് ഓഫ് സാൻഡ്, സോയിൽ, സ്റ്റോൺസ്, അപ്പം ഇതിനെയാണ് നമ്മൾ സെഡിമെന്റ്സ് എന്ന് പറയാം. These are formed by physical changes that break up large rocks into smaller pieces. ഇതൊരു
ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ. അതിന്റെ സൈസ്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, സൈസ്, ഷേപ്പ്, സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് അല്ലെ. So these are formed by physical changes that break up large rocks into smaller pieces. Temperature changes due to climatic conditions, growing roots of trees, and even freezing of water within cracks in the rocks can cause them to break. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു റോക്ക് ബ്രേക്ക് ചെയ്തിട്ട് കുഞ്ഞി കുഞ്ഞി സ്മോളർ പീസ് ആയിട്ട് മാറുന്നത്? കുറെ റീസൺസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടെമ്പറേച്ചർ, ക്ലൈമാറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ട്രീസ് ഒക്കെ അല്ലെ, ഈ റോക്കിന് മുകളിൽ അങ്ങോട്ടേക്ക് ട്രീസ് ഒക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇതിന് ബ്രേക്കിംഗ് ഉണ്ടാക്കും. അങ്ങനെ കുറെ റീസൺ കൊണ്ടായിരിക്കാം എന്ത് നടക്കുന്നത്, ഈ ബ്രേക്കേജ് നടക്കുന്നുണ്ടാവുക. Water or chemicals present in water can also react with the rocks and cause chemical changes in their composition. Here, an originally black-colored rock salt called basalt, which contain iron, has chemically changed to produce a red-colored layer. അപ്പോ ഇവിടെ ഒറിജിനലി ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ബസാൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അയൺ ഉണ്ട്, has chemically changed to produce a red-colored layer. The red color is a result of iron oxide. Iron oxide produced when the rock surface was exposed for a long time to water or air containing water vapor. Okay, for a long time to water or air containing water vapor. അപ്പൊ ഇതിനകത്ത്, ഈ ബസാൾട്ടിനകത്ത് എന്താണ്, വാട്ടറും എയറും നമുക്ക് അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കാനുണ്ട്. ഒരു സാധനത്തിനും, ഒരു അയണിന്റെ മുകളിൽ വാട്ടറും എയറും കൂടെ ആക്റ്റീവ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ നടക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്യാം, അയൺ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ദീസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് വെതറിംഗ്. അങ്ങനെ റോക്കിൽ നടക്കുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അല്ലെ. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കുഞ്ഞി കുഞ്ഞി പോർഷൻ ആയിട്ട് കട്ട് ആവുന്നത്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടല്ലേ, ഇവിടെ എന്താണ്, ഇവിടെ അയൺ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, which eventually leads to the formation of soil. അപ്പം ഈ വെതറിംഗ് ഓഫ് റോക്സ് അല്ലെ, വെതറിംഗ് കാരണമാണ് ഇവൻച്വലി അത് എന്തായിട്ട് കൺവേർട്ട് ആവുന്നത്, സോയില് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെഡിമെന്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. റെഡ് കളേർഡ്, റെഡ് സെഡിമെന്റ് ലെയർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അവിടെ ഒരു നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, next about erosion. So, have you noticed fine sand collecting on riverbeds or in lakes? The sand is formed when rock pebbles, soil and sediments are broken down and moved from one location to another by natural forces like wind and flowing water. This process is called ഇറോഷൻ. അപ്പൊ ഇറോഷൻ എന്താന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാൻഡ് കളക്ടിങ് ഓൺ റിവർ ബെഡ്സ് ഓർ ഇൻ ലേക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. The sand is formed when rock pebbles, soil and sediments are broken down. ഈ rock sediments ഉം soil ഒക്കെ broken down ചെയ്തിട്ട് moved from one location to another by natural process like wind and flowing water. ഒന്നില്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം, ഫ്ലോയിങ് വാട്ടർ കാരണമാണ് ഈ ഒരു ഇറോഷൻ നടക്കുന്നത്. ഇറോഷൻ ഡ്യൂറിങ് എ ലാൻഡ് സ്ലൈഡ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. River rocks and pebbles often appear smoother due to the constant erosion caused by the flowing water. When the speed of the water or wind decreases, such as in an ocean or a lake, the material transported during erosion settles down at the bottom. These sediments harden over time and become new rocks. Most of these changes take place over thousands of years and cannot be reversed. Okay, അപ്പോ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ഇനി നട്ട്ഷെൽ നമ്മൾ എന്തെല്ലാമാണ് ഫ്രം ദ ബിഗിനിങ് തൊട്ട് പഠിച്ചിട്ടുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നിങ്ങൾ ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. Physical change is one in which a substance or object undergoes a change in its physical properties and
no new substances formed. അല്ലെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ച് ആണ് അല്ലെ. സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ് തുടങ്ങിയ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല മക്കളെ? ന്യൂ സബ്സ്റ്റൻസസ് ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല. ഇനി a chemical change is one in which one or more new substances are formed. അല്ലെ, ഒന്നോ അതിലധികമോ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ കെമിക്കൽ ഇക്വേഷൻ. കമ്പഷൻ, കുക്കിംഗ് ആൻഡ് റസ്റ്റിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്. Substances that undergo combustion are combustible substances. Heat and or light are given out during combustion. Lowest temperature at which a substance can catch fire is called its ignition temperature. Some changes can be. അപ്പം എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, എന്താണ് കമ്പഷൻ എന്ന് പറഞ്ഞു. Some changes can be reversed and some cannot. Some changes are desirable and some are not. അല്ലെ, ചില ചേഞ്ചസ് റിവേഴ്സിബിൾ ആണ്, ചിലത് ഇറിവേഴ്സിബിൾ ആണ് അല്ലെ, നോട്ട് റിവേഴ്സിബിൾ ആണ്. ആൻഡ് ചിലത് ഡിസൈറബിൾ ആണ്, ചിലത് അൺഡിസൈറബിൾ ആണ്. ഓക്കെ, റോക്സ് undergo physical and chemical changes due to weathering to form soil. അല്ലെ, റോക്ക് എങ്ങനെയാണ്? വെതറിംഗ് ഓഫ് സോയിൽ അല്ലെ, ടു ഫോം സോയിൽ. റോക്ക് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും അണ്ടർഗോ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ് ഒക്കർ ചെയ്യുന്നത്. ആൻഡ് ഇറോഷൻ കോസ്ഡ് ബൈ ഫ്ലോയിങ് വാട്ടർ ആൻഡ് വിൻഡ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. വാട്ടറും വിൻഡൊക്കെ ഫ്ലോ ചെയ്തിട്ടുണ്ടാവുന്ന എന്താ ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു കുഞ്ഞൊരു ടോപ്പിക് കൂടെ പറയാം. ദാറ്റ് ഈസ് നാച്ചേഴ്സ് വണ്ടേഴ്സ്. You might have seen some insects emitting light in a garden or a field in late evenings. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? മിന്നാമിനുങ്ങനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ഇൻസെക്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള ഇൻസെക്ട്സ്. These insects are called fireflies. Fireflies എന്നാ പറയാ. And their light is produced by a chemical change. Firefliesന് ഉണ്ടാവുന്ന ലൈറ്റ് is produced by a chemical change. This type of light production, അതായത് വിത്തൗട്ട് ഹീറ്റ് അല്ലെ, അവിടെ ഹീറ്റ് ഉണ്ടെങ്കിലാണോ അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്? അല്ല. This type of light production in living organism is called bioluminescence എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ബയോലുമിനസെൻസ് എന്ന് വിളിക്കും. ബയോലുമിനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ് പ്രൊഡക്ഷൻ വിത്തൗട്ട് ഹീറ്റ് ഇൻ ലിവിങ് ഓർഗാനിസം. അതാണ് ബയോലുമിനസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് പഠിക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ച് പഠിക്കുന്നുണ്ട്, ഇറിവേഴ്സിബിൾ പറയുന്നുണ്ട്, റിവേഴ്സിബിൾ പറയുന്നുണ്ട്, ഡിസൈറബിള് നോട്ട് ഡിസൈറബിൾ പറയുന്നുണ്ട്. അതെ, പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്, ലൈം വാട്ടർ, അങ്ങനെ ഒന്ന് രണ്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ടെസ്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ചേഞ്ചസ് അറൗണ്ട് അസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.